വേണ്ട അച്ഛൻ എടുത്തേക്കുന്ന നമുക്ക് നമ്മുടെ സ്മിത ചേച്ചി തന്ന മുണ്ടാണ് അച്ഛൻ എടുത്തേക്കുന്നത്. അച്ഛമ്മയും കുഞ്ഞും കൂടി ഇവിടെ തക്കടപ്പുന്നാരം വെക്കുക. അച്ഛൻ ആ മുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം തന്നെ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഇന്ന് ഉടുത്തോണ്ടേ പോകുള്ളൂ പറഞ്ഞു. അച്ഛൻ പോകുന്നത് അതെ, ഇന്ന് മുണ്ടെടുത്തോണ്ടാണ് അച്ഛൻ വൈകിട്ട് ചാലച്ചിറയിൽ വിലസാൻ പോകുന്നത്. അച്ഛൻ ചാലച്ചിറയെ വിലസാൻ പോവാ. അച്ഛമ്മ പൊണ്ണു ഇവിടെ കിടക്കുക. ഇവിടെ കടന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഈ പൊന്നു സമ്മതിക്കത്തില്ല ഉറങ്ങാൻ. തുണിയൊക്കെ എല്ലാം അലക്കി എല്ലാം ഇട്ട് താഴെയും കുറേ ഉണ്ട്. ഉണങ്ങിയത് 2-3 എടുത്തു. മൊത്തത്തിൽ പണിയായിരുന്നു. ആകെ ക്ഷീണമാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഇച്ചിരി പണിയും കൂടെ ഒക്കെ ചെയ്തിട്ട് കിടക്കുന്നത്. നാളെ ഞങ്ങളുടെ അമ്പലത്തിൽ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പരിപാടിയാണ്. അതെ, അതിന് പോകണം. ഞങ്ങളെ കുഞ്ഞുപാപ്പീനെ ശ്രീകൃഷ്ണനാക്കി ഒരുക്കുമല്ലോ, അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഞങ്ങളുടെ പുന്നാരി ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങുന്ന പുന്നാരിയായി കിടക്കണം. ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങുന്ന പുന്നാരി അല്ലേ? ആണോ 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 ആണോടാ? അവന് ഭയങ്കര കലിയാ. അവനെ പാല് കുടിക്കുന്നോ? ഉറി പൊട്ടിക്കുന്ന ശേഷനാണോടാ നീ? അതെ, ഉറി പൊട്ടിക്കുവാടാ. അയ്യോ അച്ഛൻ പോവാണ്. പുതിയ ഷർട്ടൊക്കെ എടുത്തിട്ട് ഇത് ഏത് ഷർട്ടാ? പുതിയ ഷർട്ട് പണിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. പോ. ഓ, അടിയായി ഗൈസ്, അടിയായി ഗൈസ്. വഴിക്കോട്ട് പോകുമ്പോ പഴയ അച്ഛമ്മയും കൂടെ തുണിയെല്ലാം നനപ്പിച്ചാണോ കുറെ ചിട്ടോണ്ട് പോകാൻ പറയടാ. ആരോടായി പറയുന്നത്? കുറേശ്ശെ ഇടാൻ ഡെയിലി 8 തവണ തുണി മാറുന്ന എന്റെ കുഞ്ഞിനോട്. ഇക്ക് മേടിച്ചോണ്ട് തരണോന്ന് പറഞ്ഞേ. ആദ്യം കൊടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. വരണോ? അത് ബുക്കാണ് മേടിച്ചോണ്ട് വരണ്ടേ? എളുപ്പം ചവയ്ക്കാണ് പരിപ്പോടെ. ആ പേരിൽ ഞങ്ങൾക്ക് തിന്നാം. ഞാൻ പോകുന്നുണ്ടോ അപ്പൂപ്പനൂടെ? അപ്പൂപ്പനോട് ടാറ്റ പോകുന്നുണ്ടോടാ? നിനക്ക് പോണോടാ? ടാറ്റ പോണോടാ?